ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ജാസ്മിൻ ഗാർലൻഡ് എങ്ങനെയാണ് ക്രോഷ്യ ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ ചോദിച്ചിരുന്നു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയണമെന്ന്. അപ്പോൾ ഒരു 3 പേര് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 3 പേർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ. ആ 3 പേര് മാത്രമല്ല, നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഇത് പലതരത്തിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഏറ്റവും ബേസിക് ആൻഡ് എന്താ പറയുക സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 സൈഡിലും ബഡ്സ് ക്രോഷ്യോ ചെയ്തെടുത്തിട്ട് നല്ല ലെങ്തിലെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മാത്രം ചെയ്ത് ട്വിസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഈ ഒരു മാലയുടെ ലെങ്ത് ഒരു 22 ഇഞ്ചാണ്. ഇത് 2 സൈഡിലും ബഡ് ചെയ്തിട്ടുള്ള പോലെയാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് ഒരു മുഴം കണക്കിന് പറയുകയാണെങ്കിൽ ഒരു 4.5 മുഴം ഉണ്ടാവും കേട്ടോ. 4.5 മുഴം ഞാൻ ഇഞ്ച് ആയിട്ട് നോക്കിയിട്ടില്ല, അതാണ്. അതല്ലാതെ അതിൻ്റെ കയ്യിലൊരു സിംഗിൾ ഫ്ലവർ കണ്ടോ, അതേപോലെ സിംഗിൾ ഫ്ലവേഴ്സായിട്ട് കുറേ ഫ്ലവേഴ്സ് ചെയ്തിട്ട് അതൊക്കെ ഒരു ഡബിൾ ക്രോഷ്യോയുടെ സ്ട്രിങ്ങിൽ കോർത്ത് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പല മെത്തേഡിൽ ഉണ്ടാക്കാം. ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ട്വിസ്റ്റ് ചെയ്ത് നമുക്കൊരു മുല്ലമാല ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അതിൽ നമ്മളൊരു സൈഡിൽ മാത്രമേ ബഡ് ക്രോഷ്യോ ചെയ്തെടുക്കണുള്ളൂ. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ എടുക്കുന്ന ത്രെഡ് ഇത് 100% അക്രിലിക് ത്രെഡാണ് കേട്ടോ. 2 പ്ലേ ത്രെഡാണിത്. ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഈ ത്രെഡൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട് അയച്ച് തന്ന കുറച്ച് ത്രെഡിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ത്രെഡാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് ഓർമ്മയില്ല. 2 പ്ലേ ത്രെഡാണ്. അത് ഞാൻ കാണിക്കാം. ഇത് വർദ്ധമാൻ്റെ ത്രെഡാണ് കേട്ടോ. ഇത് 3 പ്ലേ ത്രെഡാണേ. വർദ്ധമാൻ്റെ ത്രെഡാണ്. ഇതിങ്ങനെ എന്താ ഉണ്ടായിട്ടിരിക്കണത് എന്ന് വിചാരിക്കേണ്ട. ഈ ത്രെഡ് ഇങ്ങനെ സ്കെയിനായിട്ടാണ് അവൈലബിൾ ആയിട്ടുണ്ടായത്. ഇതും എനിക്ക് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നതിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചുറ്റി എടുക്കണം. മറ്റേത് കുരുങ്ങി കെട്ട് പിടിച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ചായിട്ട് ചുറ്റിയെടുത്ത് പിന്നെ വലിയ കെട്ട് വരുമ്പോൾ അവിടെ നിന്ന് അങ്ങ് ട്രിം ചെയ്ത് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹുക്ക് ടുലിപ്പിൻ്റെ ഒരു ക്രോഷ്യോ ഹുക്കാണ്. ഇതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് 1.16 mm ആണ് കേട്ടോ. അതായത് ഒരു ചെറിയ ഹുക്ക്. ഒരു 1.76 ആണെങ്കിലും ഓക്കെ ആയിരിക്കും. 1.16 ഈ ചെറിയ ഹുക്കാണ് നല്ലത്. കാരണം നമ്മൾ ചെയ്യണ ഒരു പ്രൊജക്റ്റും ആ ഹുക്കിൻ്റെ സൈസും തമ്മിൽ നല്ല ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ ഹുക്ക് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ സൈസ് കൂടുതലായിരിക്കും, ചെറിയ ഹുക്കാണെങ്കിൽ കുറവായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇത് ഈ ആണിൻ്റെ ഇത്ര പ്ലേ 6 പ്ലേ 4 പ്ലേ 3 പ്ലേ അങ്ങനെയൊക്കെ പറയുമല്ലോ. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇഴയൊന്നും ഇങ്ങനെ വിടർത്തി നോക്കുമ്പോൾ അത് എത്ര ഇഴ ത്രെഡ് കൂടിയിട്ടാണ് ആ ഒരൊറ്റ ത്രെഡായിരിക്കണം നോക്കുക. അപ്പോൾ അത് 3 പ്ലേ ആണ് ഞാൻ കാണിച്ചത്. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണം കേട്ടോ. ഇതെന്താ ഇങ്ങനെ കുരുങ്ങിയൊരവസ്ഥയായിട്ടാണുള്ളത്. ഇതിൻ്റെ തല എടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഇതിൻ്റെ പ്ലേ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വിരുത്തി നോക്കുമ്പോൾ ഇത് 2 പ്ലേ ത്രെഡാണ് കേട്ടോ. അതായത് 2 ഇഴ ത്രെഡിനെ പിരിച്ചായിട്ടാണ് ഈ ത്രെഡ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അക്ലിക് ത്രെഡോ കോട്ടൺ ത്രെഡോ ആങ്കറിൻ്റെ ത്രെഡോ എന്ത് ത്രെഡ് വേണമെങ്കിൽ ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ ത്രെഡ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്ലവറിൻ്റെ ടെക്സ്ചറിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് മാത്രം കേട്ടോ. അപ്പോൾ ഈ 2 ത്രെഡും എൻ്റെ കോൺഷ്യസ് ചോയ്സ് ഒന്നുമല്ല, എൻ്റെ കയ്യിലുള്ള ത്രെഡ്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഗതി എന്നുള്ള നിലയ്ക്ക് ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. വോട്ടെവർ നമുക്ക് ഇത് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു മാജിക് റിങ് എന്ന് പറയുന്ന ഒരു സംഗതി. സ്ലിപ്പ് റിങ്, മാജിക് റിങ്, സ്ലിപ്പ് നോട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അത് പലതരത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെയാണ് ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാറുള്ളത്. സ്ലിപ്പ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഗതി എന്ന് വെച്ചാൽ അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് തിരികെ ഊരി ഇങ്ങോട്ട് വരും. കണ്ടോ, കെട്ട് വിട്ടു. അതാണ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് സ്ലിപ്പ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് ജസ്റ്റ് ഇതാ ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. ഇതല്ലാണ്ട് ക്രോഷ്യോ നീഡിൽ വെച്ച് നമ്മൾ 2 വിരലിൻ്റെ മീതെ ത്രെഡ് ചുറ്റി ഒരു എക്സ് ഷേപ്പിലാക്കി അങ്ങനെയൊക്കെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ള ആളുകളായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് ഞാൻ സ്ലിപ്പ് നോട്ട് ഈ ഒരു മെത്തേഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. മറ്റത് വേറൊരു വീഡിയോയിൽ പിന്നീട് കാണിക്കാം കേട്ടോ. ഇതിന് ശേഷം ഇനി നമ്മൾ ചെയിൻസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു സ്ലിപ്പ് നോട്ടിനെ നമ്മൾ ഒരു ചെയിനായിട്ട് എടുക്കാം. ഓക്കെ, ഇനി ആ ഹുക്കിൻ്റെ മീതെ കൂടെ യാണിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം, അതായത് അതിന് യാൺ ഓവർ എന്നാണ് പറയുക കേട്ടോ. ഒന്നും കൂടെ ഞാൻ കാണിക്കാം. ഇതാ ഹുക്ക് ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഹുക്ക് ഇങ്ങനെ യാണിൻ്റെ കുറുകെ എടുത്തിട്ട് അത് ഈ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ വലിച്ചെടുക്കുന്നതിന് പുൾ ത്രൂ എന്നാണ് പറയുക. ഹുക്കിൽ ചുറ്റിയെടുക്കുന്നതിന് യാൺ ഓവർ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ,
യാൺ ഓവർ പുൾ ത്രൂ. ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയിൻ ഇങ്ങനെ ഇട്ട് പോവുക, അതായത് ചെയിൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോവുക. യൂഷ്വലി ക്രോഷ്യോ ചെയ്യുന്ന പ്രോജക്റ്റിനൊക്കെ ഒരു കണക്കുണ്ട്, ഒന്നും ഒരു കൈയും കണക്കില്ലാത്തൊരു കളിയല്ല, കണക്കുണ്ട്. പക്ഷേ ഈ ജാസ്മിൻ ഗാർലൻഡ് ചെയ്യുന്നതിന് അങ്ങനെ ഇത്ര നമ്പർ ചെയിൻ വേണം അങ്ങനെ ഒരു കണക്കില്ല. നമുക്കിഷ്ടമുള്ള അത്ര ചെയിൻസ് നമുക്ക് ചെയ്യാം, അതായത് അതിൻ്റെ ലെങ്ത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നിങ്ങൾക്കത് എണ്ണാനായിട്ട് വലിയ താല്പര്യമില്ല, എണ്ണാൻ മടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണും വേണ്ട, ടേപ്പിൽ അല്ലെങ്കിൽ ഇത്ര ഇഞ്ച് ലെങ്ത്ത് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ജാസ്മിൻ ഗാർലൻഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു 8 ഇഞ്ച് 10 ഇഞ്ചിൽ നമ്മൾ ചെയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ്, അതായത് ചെയ്ത് കഴിയുന്ന സമയത്ത് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചായിരിക്കും കേട്ടോ. അതായത് അത്രയും അധികം കിട്ടണം. അതായത് ഇപ്പോൾ നമുക്കൊരു 10 ഇഞ്ചിൽ ഉള്ള നീളത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ എത്ര ഇരട്ടി ഇടേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോക്കെ. എനിക്ക് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കൽ എനിക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒരു 10 ഇഞ്ച് ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 ഇഞ്ച് ലെങ്ത്തിലാണ് കിട്ടുക. ആ ഒരു കണക്കിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേട്ടോ, എത്ര ലെങ്ത്ത് എടുത്താലാണ് നിങ്ങളുടെ ഒരു റിക്വയർഡ് ലെങ്ത്തിലേക്കുള്ള സംഗതി നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ചെയിൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാനായതുകൊണ്ട് ഒരുപാട് ലെങ്ത്തിലേക്ക് ഇടുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇതേപോലെ ചെയിനിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഫുള്ള് ചെയ്തായിരുന്നു. പക്ഷേ വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ എന്തുണ്ടായിച്ചാൽ ഞാൻ ഈ ചെയ്യുന്നതൊന്നും അത്രയ്ക്ക് വിസിബിൾ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ക്രോഷ്യോയുടെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമ്പോൾ ആ കറക്റ്റ് ആ നീഡിൽ പാസ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. കാരണം ക്രോഷ്യോ ചെയ്യണതൊക്കെ ഇപ്പോൾ നമ്മൾ വോയിസ് കൊടുത്തില്ലെങ്കിൽ പോലും പ്രശ്നമില്ല, അത് എന്താ ചെയ്യണത് എന്നുള്ളത് കാണാൻ പറ്റിയാൽ തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാണാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ അങ്ങനെ ഇരട്ടി പണിയെടുത്ത് രണ്ടാമത് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് എത്ര ലെങ്തിൽ ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 8 ഇഞ്ച് 10 ഇഞ്ചിൽ ചെയിനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓരോ ചെയിനിലും നമുക്ക് ഡബിൾ ക്രോഷ്യോ ചെയ്യണം. പക്ഷേ ആദ്യത്തെ ഡബിൾ ക്രോഷ്യോ നമ്മൾ ചെയ്യുന്നത് 4th ചെയിനിലാണ്. അതായത് ഈ ഹുക്ക് ഇട്ടിരിക്കുന്ന ചെയിൻ ഉൾപ്പെടെ 3 ചെയിൻ കൗണ്ട് ചെയ്തിട്ട് ഹുക്കിലൂടെ ത്രെഡ് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് 4ാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക കേട്ടോ. 4ാമത്തെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. ആ 3 ലൂപ്പിൽ വീണ്ടും യാൺ ഓവർ, ഓക്കെ, യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്, 2 ലൂപ്പ് കൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എഗെയിൻ 2 ലൂപ്പ് വരും ഹുക്കിൽ. ദെൻ എഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ. ഇപ്പോൾ ഒരു സിംഗിൾ ലൂപ്പ് വീണ്ടും വന്നു. ദെൻ വീണ്ടും ഹുക്കിലൂടെ, ഇത് ചെറിയ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ചെറിയ തിൻ ചെയിൻ ആയതുകൊണ്ട് തുടക്കത്തിൽ നമുക്കത് കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി പാടാണ്. പക്ഷെ അത് യൂസ്ഡ് ആവും കേട്ടോ. നമ്മൾ വീണ്ടും ഹുക്കിലൂടെ യാൺ ഓവർ എടുത്തു, അടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ ആ യാണിനെ പുറത്തേക്ക് വലിച്ചെടുത്തു. അതായത് യാൺ ഓവർ, പുൾ ത്രൂ. നെക്സ്റ്റ് വീണ്ടും യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്, എഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്. അപ്പോൾ അടുത്ത ഡബിൾ ക്രോഷ്യോ ആയിട്ടോ. ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. യാൺ ഓവർ, pull through next chain, then yarn over, pull through 2 loops, again yarn over, pull through last 2 loops. അപ്പോൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യോ. ഇതേപോലെ നമ്മൾ എത്ര ചെയിൻ ചെയ്തിട്ടുണ്ടോ അത്രയും ചെയിനിൽ ഡബിൾ ക്രോഷ്യോസ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു 8 ഇഞ്ച് 10 ഇഞ്ച് ലെങ്ത്തിലേക്ക് ഡബിൾ ക്രോഷ്യോ ചെയിൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് വീഡിയോ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 പ്ലേ ത്രെഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ത്രെഡ് 4 പ്ലേയോ 6 പ്ലേയോ ഒക്കെയാണ് സെയിം ഷെയ്ഡുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഡബിൾ ക്രോഷ്യോ ചെയ്യേണ്ട, നിങ്ങൾ സിംഗിൾ ക്രോഷ്യോ ചെയ്താലും മതിയാവും കേട്ടോ. അത് ത്രെഡ് വളരെ കനം കുറഞ്ഞതുകൊണ്ട് നമുക്ക് ആ ഒരു സ്ട്രിങ് ഇങ്ങനെ കയ്യിൽ പിടിക്കാനുള്ള ഒരു സൈസ് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഡബിൾ ക്രോഷ്യോ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് എൻ്റെ വരെ എത്തി കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ത്രെഡിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങനെ എടുത്തതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്തിട്ട് ആ ഒരറ്റത്ത് പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റായി, ഇനി അത് അഴിഞ്ഞു പോരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ ത്രെഡ് വെച്ചിട്ടുള്ള പരിപാടി കഴിഞ്ഞു.
അപ്പോൾ ഇതിൻ്റെ ഈ 2 ത്രെഡ് ഈ അറ്റത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിലൊരു ലെങ്തിലുള്ള ത്രെഡ് നമുക്ക് ആവശ്യമുണ്ട്. മറ്റേത് അവിടെ കിടക്കട്ടെ. ഇപ്പോൾ കട്ട് ചെയ്ത് വിടുന്നില്ല. ഞാൻ ഇനി വൈറ്റ് ത്രെഡ് എടുത്തിട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ത്രെഡ് ആ കുഞ്ഞ് ഗ്രീൻ ത്രെഡിനായിട്ട് കെട്ടിയിട്ട് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെ എടുക്കണില്ല കേട്ടോ. സാധാരണ പോലെ അതൊരു ചെയിൻ സ്റ്റിച്ച് വെച്ച് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ആ ത്രെഡ് അവിടെ മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു വൈറ്റ് ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോലെ, മറ്റേ ത്രെഡ് ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്നുകൊണ്ടിരിക്കാൻ ലെങ്തും കുറവാണ്, അതുകൊണ്ട് ഓക്കെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് എടുത്തിട്ട് അവിടെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതായത് ജസ്റ്റ് ഈ ത്രെഡിനെ വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇപ്പോൾ ആ ത്രെഡ് അവിടെ ലോക്കായിട്ടോ. ഇനി നമ്മൾ ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ബഡ് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് അതേ സ്റ്റിച്ചിൽ തന്നെ 5 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 6 ഡബിൾ ക്രോഷ്യോയുടെ എഫക്റ്റ് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനെ ഒരു ബഡ് പോലെ ഇത് കമ്പൈൻ ചെയ്യും. അതിന് ശേഷം അഗെയിൻ 3 ചെയിൻ ചെയ്യും. എന്നിട്ട് ആ സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ഇതാണ് പരിപാടി. അത് ഞാൻ കാണിക്കാം കേട്ടോ. 1 2 3 ഓക്കെ. 3 ചെയിൻ ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റിച്ചിൽ തന്നെ ഡബിൾ ക്രോഷ്യോ ചെയ്യണം. ആദ്യത്തെ ഡബിൾ ക്രോഷ്യോ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യോ ചെയ്യാം കേട്ടോ. അതേ സ്റ്റിച്ചിൽ തന്നെ, അതേ ചെയിനിൽ തന്നെയാണ് നമ്മൾ ചെയ്യണത്. അതിൽ നമ്മൾ 5 ഡബിൾ ക്രോഷ്യോ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 5 എണ്ണെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ബഡിൻ്റെ ഒരു സൈസ് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. നിങ്ങൾ കനം കൂടിയിട്ടുള്ള ത്രെഡാണോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ഡബിൾ ക്രോഷ്യോ ചെയ്യേണ്ടി വരില്ല. അത് നിങ്ങൾ യുക്തി പോലെ നോക്കിയിട്ട് തീരുമാനിക്കുക എത്രയാകുമ്പോഴാണ്. നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനൊരു 5 എണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ ചെയ്തില്ലേ, ആ 3 ചെയിൻ ചെയ്തതിന് ശേഷമുള്ള 4th ചെയിനിൽ ആ ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് മറ്റേ എൻഡിൽ നിന്ന് ആ ഒരു ചെയിൻ ഇപ്പുറത്തേക്ക് വലിക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും 3 ചെയിൻ ചെയ്യുക, ഇതിനൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. ദെൻ അതേ ചെയിനിൽ തന്നെ താഴത്തേക്ക് കുത്തിയെടുക്കുക. അതേ ചെയിനിൽ തന്നെ താഴത്തേക്ക് കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഒരു ബഡ്, ഇപ്പോൾ ഒരു സിംഗിൾ ബഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിക്കാം ഇതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചെയിനിലേക്ക് മാറണ്ടേ. അപ്പോൾ നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ദെൻ നേരത്തെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. 3 ചെയിൻ ചെയ്യുക. 3 ചെയിൻ ചെയ്തു. ഇനി അതേ ചെയിനിൽ 5 ഡബിൾ ക്രോഷ്യോ ചെയ്യുക കേട്ടോ. 5 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ, നമുക്ക് തിരക്ക് കൂടുകയാണെങ്കിൽ ഹുക്ക് ത്രെഡെന്ന് വിട്ട് പോരൊക്കെ ചെയ്യട്ടോ. അപ്പോൾ വലിയ തിരക്കൊന്നും പിടിച്ചിട്ട് ചെയ്യേണ്ട, സാവധാനം ചെയ്താൽ മതി. ഒരുവിധം പ്രാക്ടീസ് ആകുമ്പോൾ ഹുക്ക് വിട്ട് പോരാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത ഡബിൾ ക്രോഷ്യോ ചെയ്ത് ഞാൻ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5 ഡബിൾ ക്രോഷ്യോ ചെയ്തതിന് ശേഷം ഈ ഹുക്ക് കുറച്ചിങ്ങോട്ട് നീക്കി വലിച്ചിട്ട് ആ ത്രെഡ് അവിടെ വിടുക. എന്നിട്ട് ഇവിടെ 4th ചെയിനിലെടുത്തിട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക. എഗെയിൻ ഒരു 3 ചെയിൻ ചെയ്യുക. ഓക്കെ, ദെൻ അതേ ചെയിനിൽ തന്നെ അതിനെ അവിടെ ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയിനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടേക്ക് എത്തി വൈറ്റ് ത്രെഡ്. ദെൻ എഗെയിൻ റിപ്പീറ്റ്, ഇതേ പരിപാടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം കഴിയാറാവുന്ന സമയത്ത് വീണ്ടും വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു എൻഡ് വരെ ചെയ്തെത്തിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒരെണ്ണം ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എഗെയിൻ ഈ ഒരു ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അവിടെ അടുത്ത ബഡ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയിൻ 3, ദെൻ 5 ഡബിൾ ക്രോഷ്യേസ് ഓൺ ദ സെയിം സ്റ്റിച്ച്. ഓക്കെ, ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതായത് വേണ്ട, ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫ്യൂസിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ
ആ ഒരു സെറ്റിലെ ലാസ്റ്റ് ബഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണേ. ആ ഒരു നോട്ട് ചെയിൻ പുറത്തേക്ക് എടുത്തു. ഇപ്പോഴത്തെ 4th ചെയിനിന് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ എൻഡിലെ ചെയിന് ഉള്ളിലേക്ക് വലിച്ച് കമ്പൈൻ ചെയ്തു. അതൊരു ബഡ് പോലെ ആക്കി. ഇനി ആ ബഡിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ചെയിൻ 3. ഈ സ്റ്റിച്ചിനെ പോപ്കോൺ സ്റ്റിച്ച് എന്നാണ് കേട്ടോ പറയണേ. ഇത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. പോപ്കോൺ സ്റ്റിച്ച് എന്നാണ് ഈ ഒരു സ്റ്റിച്ചിനെ പറയുന്നത്. നമ്മൾ നോർമലി ഫ്ലവേഴ്സ് ചെയ്യാനായിട്ടും എന്താണ് ബ്ലാങ്കറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിൽ ഇങ്ങനെ ടാസൽസ് പോലെ ഇങ്ങനെ ഇങ്ങനെ മണി പോലെ കിടക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പല തരത്തിൽ ഈ സ്റ്റിച്ചിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് ഈ ഒരു ലോങ് ത്രെഡ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ അത്ര വലിയ ലെങ്ത്തിലുള്ള ത്രെഡ് നിർത്തുന്നില്ല കേട്ടോ. ചെറിയൊരു പോർഷൻ ഇട്ടിട്ട് അത് കെട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് അപ്പുറത്തെ എൻഡിലെ ത്രെഡ് വെച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അപ്പുറത്തെ എൻഡിലെ ത്രെഡ് മുന്നേ കട്ട് ചെയ്ത് കളഞ്ഞിടുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എൻഡിൽ ഒരു ലോങ് ത്രെഡ് നിർത്തിയിട്ട് ഇത് ഒന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒന്ന് കാണിക്കാം. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആ ചെയിൻ ചെയ്തെടുത്ത് ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 8.5-9 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്കിത് ട്വിസ്റ്റ് ചെയ്തിട്ട് ആ ഒരു രീതിക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ് വരണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ത്രെഡ് ഞാൻ ഇവിടെ നിന്ന് ഈ എൻഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ത്രെഡിനെ ഈ ചെയിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വലിച്ചതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം ചെയ്ത പരിപാടി മുഴുവൻ ആ ഒരു ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ ഫുൾ അഴിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എൻഡിലെ നോട്ട് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മളിപ്പോഴും ക്രോഷ്യോ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ത്രെഡ് പറ്റ വെച്ച് കട്ട് ചെയ്യാതെ കുറച്ചൊന്ന് അതിൻ്റെ ഉള്ളിലൂടെ വീവ് ചെയ്ത് കാണാത്ത പോലെ ഉള്ളിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക തന്നെയാണ് ചെയ്യുക അധിക ഭാഗവും. കാരണം അഴിഞ്ഞു പോരാൻ പാടില്ലല്ലോ. അങ്ങനെ ഇപ്പുറത്തെ എൻഡിൽ 2 ത്രെഡ് അൺനെസസറി ആയിട്ട് അവിടെ ഉള്ളത് രണ്ടും കൂടി പിടിച്ച് ഞാനൊരു കെട്ടിയിട്ട് അതിനൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ആ ഒരു ലോങ് ടെയിൽ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു എൻഡ് ത്രെഡിനെ നമുക്കൊരു വലിയൊരു നീഡിലേക്ക് കോർത്തെടുക്കുക. സാധാരണ നമ്മുടെ നീഡിലില്ലേ ടാപ്സ്ട്രി നീഡിൽ എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ നോർമൽ തുന്നുന്ന സൂചി തന്നെ കുറച്ച് വലിപ്പമുള്ള ഹോളായാലാണല്ലോ ഈ വുളൻ ത്രെഡും ഇങ്ങനത്തെ ത്രെഡൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ത്രെഡിൽ നീഡിൽ ഇത് ത്രെഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു ത്രെഡ് നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റം വരെ ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അറ്റം വരെ എത്തിക്കുക കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് ഏകദേശം ഒരേ ഗ്യാപ്പ്, ഒരു സ്റ്റിച്ച് 2 സ്റ്റിച്ച് തമ്മിലുള്ള ഗ്യാപ്പ് ഒരേപോലെ ആക്കിയിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതിങ്ങനെ കുത്തി തുന്നി എടുക്കില്ലേ, സെയിം സംഗതി തന്നെ. അങ്ങനെ കുത്തി തുന്നി എടുത്ത് ആ അറ്റം വരെ എത്തിക്കുക. എന്നിട്ട് ആ ത്രെഡ് ഒന്ന് ജസ്റ്റ് പുള്ള് ചെയ്താൽ തന്നെ അത് ട്വിസ്റ്റ് ചെയ്ത് വരും. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ബഡ് നമ്മൾ ചെയ്തത് ഓൾറെഡി അത് ട്വിസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കതിനൊന്ന് നീറ്റാക്കി കൊടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. ഈ ഒരു ലാസ്റ്റ് എൻഡിലേക്ക് നമുക്കിതിനെ വലിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ത്രെഡ് കുറച്ച് ലെങ്ത്തിൽ ഇട്ടാൽ നല്ലതാണ്. അപ്പം അത്ര ലെങ്ത്തില്ല, പക്ഷെ എന്നാലും ഇത് ആവശ്യത്തിൻ്റെ ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ഈ ഒരു എൻഡിലേക്ക് ഇതാ നമ്മൾ വീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, വെറും സിമ്പിൾ പരിപാടിയുള്ളൂ. ഇതിനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാൽ തന്നെ അതിങ്ങനെ ഇതായിട്ട് വരും. പിന്നെ നമ്മൾ നല്ല ഭംഗിക്ക് ഒരേ ഡയറക്ഷനിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ജാസ്മിൻ ഗാർലൻഡ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് പിടിച്ച് വലിച്ചതിന് ശേഷം നിങ്ങളതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കൂ. നമ്മളൊരു 8-9 ഇഞ്ച് ലെങ്ത്തിൽ ത്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ടൈറ്റായിട്ട് വലിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ഈ സ്കെയിലിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാനൊന്ന് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ആ ഒരു ടൈറ്റ്നെസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടൈറ്റായിട്ടിരിക്കണോ കുറച്ച് ലൂസായിട്ടിരിക്കണോ എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ ചോയ്സാണ്. എങ്ങനെ വേണ്ട വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് ഞാൻ ലൂസാക്കി വെച്ചിട്ടുണ്ട്, ഇത് നല്ലോണം ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ടൈറ്റാക്കി വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ വെക്കുക. എന്നിട്ട് നോക്കി ഇതിൻ്റെ ലെങ്ത് നോക്കുമ്പോൾ 2 ഇഞ്ചേ ഉള്ളൂ. നമ്മളൊരു 9 ഇഞ്ച് ലെങ്തിൽ ചെയിൻ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട് 2 ഇഞ്ചേ ഉള്ളൂ. അത് ഇത്ര തിക്കായിട്ട്
ഈ ഒരു മാല വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ചെയിൻ ലെങ്ത് എടുത്താലാണ് അതിൻ്റെ ഒരു 1/4 ലെങ്തിൽ നമുക്ക് ആ ഒരു ഗാർലൻഡ് കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ ഇത്ര ചെയിൻ എടുത്തോ അതേ ലെങ്ത് തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 സൈഡിലും, ഇപ്പോൾ ഒരു സൈഡിലല്ലേ നമ്മൾ ബഡ് തുന്നി കൊടുത്തത്, 2 സൈഡിലും ബഡ് തുന്നി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറെക്കുറെ സെയിം ലെങ്ത്, അതായത് ഒരു കാഭാഗ ലെങ്ത്തൊക്കെ കുറയുള്ളൂ, സെയിം ലെങ്ത്തായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. സ്റ്റിച്ച് ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. ഇത് ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ളത്, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് കുറച്ചും കൂടി വലുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്, അതായത് ഒരേഴ ത്രെഡാണ് വൈറ്റ് ഞാൻ തുന്നി കാണിച്ചത്. ഇത് ആ ഒരേഴയ്ക്ക് പകരം 2 ത്രെഡ് എടുത്തിട്ട് സെയിം ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ നൂല് വെച്ച് വീവ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ തന്നെ അത് ട്വിസ്റ്റായി വരും. ഇങ്ങനെ 2 സൈഡിൽ ബഡ് ഉണ്ടല്ലോ, പിന്നെ ലെങ്ത് അത്ര കുറയൂല. മറ്റേതിങ്ങനെ ചുറ്റി റൗണ്ടായിട്ട് ചുറ്റിയെടുക്കല്ലേ. അപ്പോൾ അങ്ങനെ കേട്ടോ. ഇത് ഞാൻ ആദ്യം ചെയ്തിരുന്നതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, പക്ഷേ ആ വീഡിയോ ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, വീഡിയോ നോക്കിയപ്പോൾ തീരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതാണിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച ഒരു മാല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കാം. മറ്റേത് ഞാൻ കുറേയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 9 ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേത് ഞാൻ 18 അല്ലെങ്കിൽ 20 ഇഞ്ച് ലെങ്ത്തിൽ എടുത്തിട്ടാണ് ആ ഒരു ലെങ്ത്ത്. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയണത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 4-4.5 മുഴം ഉണ്ടാവും. ഇതും 2 സൈഡിലും ആക്കി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പല രീതിക്ക് യൂസ് ചെയ്യാം, ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം. നമുക്കിങ്ങനെ തൂണിലൊക്കെ ഇങ്ങനെ ചുറ്റി വയ്ക്കുന്ന പോലെയോ മുടിയിൽ വെക്കാനോ അങ്ങനെ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. നമുക്ക് സെയിൽ ചെയ്യാം. നല്ല ലുക്ക് ലൈക്ക് ഒറിജിനൽ വൺ എന്ന് പറയണ പോലെ അകലെന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. മുല്ലപ്പൂ എല്ലാതൊന്നും മനസ്സിലാവുന്നില്ല കുറച്ച് ദൂരെ നിന്ന് കാണുമ്പോൾ. പിന്നെ കുറച്ച് നമ്മുടെ സന്തോഷത്തിന് കുറച്ച് ജാസ്മിൻ്റെ സ്പ്രേ ഒക്കെ അടിക്കുകയാണെങ്കിൽ സെറ്റാണ് കേട്ടോ. ഞാനിതിപ്പോൾ വേറൊരു സൂത്രം കാണിച്ചതേ, ലാസ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ നിവർത്തുന്നുണ്ട്. എന്നിട്ട് അതിനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ താഴത്തേക്ക് ആ ബഡ്സ് അലൈൻഡായിട്ട് വരണ പോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യോ, ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നൂലും സൂചിയും വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെൽറ്റ് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ബാക്കിലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഇതിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കുള്ള ഒരു ഹെയർ ആക്സസറി ആക്കിയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും കേട്ടോ. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഇതിൽ ആകെ പറഞ്ഞു തരാനായിട്ടുള്ളത് ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചും അതെങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഓരോരോ ഇൻഡിവിജ്വൽ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് അത് കോർത്തിട്ട് എങ്ങനെയാണ് ഗാർലൻഡ് ചെയ്യണമെന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം കേട്ടോ. ഇതിൻ്റെ ലെങ്ത് തന്നെ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതലായി. ഇനി ഇതിൽ ഞാൻ അതും കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചിലപ്പോൾ കണ്ടില്ല എന്ന് പ്രയോജനപ്പെട്ടില്ല എന്ന് വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ പറ്റുകയാണെങ്കിൽ കേട്ടോ. താങ്ക്